നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ചെറിയൊരു കാര്യം പറയട്ടെ, അതത്ര ചെറിയ കാര്യമല്ല. നേരിനെ കുറിച്ച് നേരെ തന്നെ പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ 70,000 സബ്സ്ക്രൈബേഴ്സ് ഡിസംബർ 25-ന് പിന്നിട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഡിസംബർ 26-ന്റെ പുലർച്ച വേളയാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. നേര് എന്ന സിനിമ കണ്ടു കഴിഞ്ഞു. നേര് എന്ന സിനിമയെക്കുറിച്ച് നേരായി തന്നെ പറയുന്നതിന് മുമ്പ് ആദ്യമേ 70,000 സബ്സ്ക്രൈബേഴ്സ് ആക്കി ഈ ചാനലിനെ മുന്നോട്ട് നയിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും ഈ ചാനലിൽ വന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ വളരെയധികം അലസ മനോഭാവവും ചാനലിനെ പുറകോട്ട് വലിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരം കാര്യങ്ങൾക്ക് ചെറിയൊരു ഖേദം, ചെറിയൊരു മാപ്പ് നിങ്ങളോട് പറയുകയാണ്. ഏതായാലും ഈ വൈകിയ വേളയിൽ അല്ലെങ്കിൽ പുലർച്ചാ വേളയിൽ നിങ്ങളോട് നേരിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. നേര് സത്യത്തിന്റെ കഥ, അതാണ് ഈ ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. നേര് എന്നും നേര് തന്നെയായിരിക്കും. നേരിനെ നമുക്ക് നുണ കൊണ്ടോ മറ്റും മറയ്ക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ കയ്യൊപ്പ് നേരിനൊപ്പമുണ്ട്, സത്യത്തിനൊപ്പമുണ്ട്. കാരണം സത്യം ദൈവമാണ്. നമ്മൾ പല കാര്യങ്ങളും പല കുറ്റകൃത്യങ്ങളും പേപ്പറുകളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ലൂപ്പ് ഹോളുകളിലൂടെ പോലീസ് കണ്ടുപിടിക്കുക, ആ ഒരു കേസുകളെ കുറിച്ചൊക്കെ പലപ്പോഴും ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഏതായാലും നേരെന്ന സിനിമയെ സംബന്ധിച്ച് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന നടനെ നമുക്ക് പണിയറിയാവുന്നവന്റെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ജീത്തു ജോസഫ്. ജീത്തു ജോസഫിന്റെ മികച്ച ഒരു സിനിമ എന്നൊന്നും പറയാനില്ല ചിത്രത്തെ. ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് നേര്. എന്നാൽ ഉത്തമമായ ഒരു കലാസൃഷ്ടി എന്നൊക്കെ ഈ ചിത്രത്തെ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ഒരു സിനിമയുമല്ല. ഞാൻ നോക്കുമ്പോൾ ദൃശ്യവും മെമ്മറീസും ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ ഈ ഒരു സിനിമയ്ക്ക് സ്ഥാനം. ഏതായാലും ഈ അടുത്ത നാളുകളിൽ ജീത്തു ജോസഫിൽ നിന്ന് വന്ന സിനിമകളെ അപേക്ഷിച്ച് ഈ ഒരു ചിത്രം മുകളിൽ തന്നെ നിൽക്കുന്നവയാണ്. കൂമനേക്കാളൊക്കെ ഒരു പടി മുമ്പിൽ തന്നെയാണ് ചിത്രം. എന്നാൽ മെമ്മറീസിനും ദൃശ്യം 1-നും 2-നും ശേഷം മാത്രമേ ഞാൻ ഈ ചിത്രത്തെ പരിഗണിക്കുകയുള്ളൂ. പറയുന്നതിൽ ഖേദം ഒന്നും തന്നെ വിചാരിക്കേണ്ടതില്ല. കാരണം സിനിമയാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ വന്നിരുന്നത് പറയുന്നുണ്ടെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ അതേ ഫീൽ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. സിനിമയുടെ ടിക്കറ്റ് കിട്ടാൻ ഇപ്പോഴും ഭയങ്കര പഞ്ഞമാണ് കേട്ടോ. അത്ര തിരക്കാണ് സിനിമയ്ക്ക്. ഞാൻ കണ്ട ഷോയും ഹൗസ്ഫുൾ തന്നെയായിരുന്നു. 5 ഷോ തൃശ്ശൂർ ആഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം ശ്രമിച്ചപ്പോൾ ടിക്കറ്റുള്ള സമയത്ത് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു, വേറെ ആളെ കൊണ്ടൊക്കെ എടുത്തു വെച്ചിരുന്നു. പക്ഷെ അതെനിക്ക് ആദ്യ ദിവസം കാണാൻ സാധിച്ചില്ല. ആദ്യ ഷോ തന്നെ ഫാൻസിനൊപ്പം കാണുവാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയതാണ്. എന്നാൽ എൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം, കുടുംബത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ മൂലമൊക്കെ ഒന്ന് പുറകോട്ട് വലിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് നാം കാണുന്നത് അത്യപൂർവമായിട്ടുള്ള ജനത്തിരക്കാണ് സിനിമയ്ക്ക് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോഴേ തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളും പല റിവ്യൂവേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ചിത്രം നമ്മൾ വിചാരിച്ചതിനും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഈ ചിത്രം അത്യാവശ്യം ഹിറ്റാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്നാൽ വലിയൊരു വിജയത്തിലേക്ക് നേടുമെന്നൊക്കെ ഒരുപക്ഷെ നേരിന്റെ അണിയറ പ്രവർത്തകർ പോലും കരുതി കാണില്ല. ഏതായാലും നേരിന്റെ അണിയറ പ്രവർത്തകർ ഒരു കാര്യത്തിൽ അവരുടെ വാക്ക് പാലിച്ചു എന്ന് വേണം കരുതാൻ. നേര് എന്ന സിനിമയെക്കുറിച്ച് അവർ ഓവർ ഹൈപ്പ് ഒന്നും തന്നെ കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നേട്ടം. കാരണം ഈ ചിത്രം എന്താണോ അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് അത് തന്നെയാണ് ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജീത്തു ജോസഫും അണിയറ പ്രവർത്തകരും സിനിമയെക്കുറിച്ചുള്ള ഓരോ ഇന്റർവ്യൂസിലും പറഞ്ഞത് അക്ഷരം പ്രതി സത്യസന്ധമായ നേരായിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ സിനിമ കാണുമ്പോൾ. ചെറിയ ഇഴച്ചിലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അനുഭവപ്പെടുമെങ്കിലും അത് ആ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഇത് കോർട്ട് റൂം ഡ്രാമയാണ്. എന്നാൽ ഇത് വാഗ്ധ്വരണികൾക്ക് മൂലം നമ്മൾ ജനഗണമന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കിടിലൻ വക്കീലിന്റെ പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയല്ല. ഒരു സൂപ്പർ താര മെറ്റീരിയലേ അല്ല ആ സിനിമ. നമ്മൾ മോഹൻലാലിൽ നിന്നും മമ്മൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വൈബ്രന്റ് ആയിട്ടുള്ള ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമൊന്നുമല്ല ഈ ചിത്രത്തിലെ വക്കീൽ കഥാപാത്രം. അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന
മോഹൻലാൽ കഥാപാത്രം തികച്ചും വളരെ ലാളിത്യത്തോടു കൂടി ഒതുക്കത്തോടു കൂടി കൈകാര്യം ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. ലാലേട്ടനല്ലാതെ മറ്റൊരാൾക്കും ഈ ഒരു കഥാപാത്രത്തെ ഇത്രയും മനോഹരമാക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കണ്ടുവയ്ക്കുന്നത്. ലാലേട്ടനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സിദ്ദിഖ് സാർ. സിദ്ദിഖ് സാറിന്റെ ചില നോട്ടവും ഭാവവും ചില അടക്കം പറച്ചിലുകളും ആ കഥാപാത്രമായിട്ട് രാജശേഖർ എന്ന ക്രൂരനായിട്ടുള്ള ഒരു വക്കീലായിട്ട് ക്രൂക്കഡ്നെസ് ഉള്ള ഒരു അതിബുദ്ധിമാനായ ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്ന എത്തിക്സ് ഒന്നും നോക്കാത്ത ഒരു വക്കീലായിട്ട് അദ്ദേഹം തകർത്താടുകയാണ് ചിത്രത്തിൽ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിട്ട് എത്തുന്ന അഡ്വക്കേറ്റുകളിൽ പ്രധാനിയായി എത്തുന്ന പ്രിയാമണിയും വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രിയാമണിയിൽ നിന്ന് നമ്മളെ ഏറെ നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു കഥാപാത്രത്തെ കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇത്രത്തോളം കാലിബറുള്ള നടിയെ വേണ്ടത്ര രീതിയിൽ ജവാൻ പോലുള്ള സിനിമകളിൽ പരിഗണിച്ചില്ല എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ജവാൻ എന്ന സിനിമയിലൊക്കെ വെറും ഒരു ചെറിയൊരു മെറ്റീരിയൽ, ഒരു പക്ഷേ അവരുടെ അഭിനയത്തിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും അത്തരം സിനിമകളിൽ അഭിനയിച്ചത്. അത് വെക്കാതിരിക്കാനും നിവൃത്തിയില്ല. കാരണം അഭിനയമാണ്, നല്ല സിനിമകൾ മാത്രമേ, നല്ല കഥാപാത്രം കിട്ടിയാൽ മാത്രമേ അഭിനയിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഹരി അടപ്പത്തിട്ടാൽ വേവുള്ളൂ. അല്ലാതെ വെറുതെ കലം കയറ്റി വെച്ചാൽ ചോറ് അതിലുണ്ടാവില്ലല്ലോ. അതിൽ അരി ഇടണം, വെള്ളം വേണം, തിളപ്പിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമേ വന്നേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ചാൽ എൻ്റെ ഗ്രാഫിക് ഡിസൈനിങ് ജോലികളും ക്ലയൻസിനെ സംതൃപ്തിപ്പെടുത്താത്ത വർക്കുകളുമായി മാറുകയാണെങ്കിൽ അത് വെറും പരാജയത്തിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും ഒരു കാര്യം തറപ്പിച്ച് പറയാം, നേരായിട്ട് തന്നെ പറയാം, സിനിമ ഏകദേശം ഒരു 80% മാർക്ക് കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ്. അനശ്വരരാജന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. അനശ്വരരാജൻ വളരെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ്, അവരുടെ കരിയറിലെ തന്നെ മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗണേഷ് കുമാറും. ഏറ്റവും എന്നെ ഞെട്ടിച്ചത് ജഗദീഷ് ഏട്ടന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഓരോ സിനിമയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗരുഡനിലും അതുപോലെ തന്നെ മുന്നു വന്ന പല ചിത്രങ്ങളിലും അദ്ദേഹത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് കണ്ടത്. ഇപ്പോൾ ഈ അടുത്ത് വന്ന ഫാൽമി എന്ന സിനിമയിലും അദ്ദേഹത്തിന് മികച്ചൊരു കഥാപാത്രത്തെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജഗദീഷ് എന്ന താരത്തിനേക്കാൾ ഉപരി മികച്ചൊരു നടനിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തിന് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചയാണ് ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളും ശ്രീധന്യ എന്ന പേരുള്ള ആ മേടമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രത്തെ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന ഒരുപാട് ക്ലോസ് വിസ്താര രംഗങ്ങളൊക്കെ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഫാമിലിയുമായിട്ട് സിനിമ കാണുവാൻ എത്രത്തോളം പ്രിഫർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ചെന്ന ഷോക്കൊക്കെ ഫാമിലീസ് തന്നെയാണ് ഉള്ളത്. ചില രംഗങ്ങൾ അതിൽ അനാവശ്യമായിട്ട് ഉണ്ടായി എന്ന് തോന്നി. അത് ഞാൻ അതിൽ പറയുന്നില്ല, അത് വേറൊന്നുകൊണ്ടല്ല, നമുക്കിവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാഗതിയെ അത് ബാധിക്കുന്നത് കൊണ്ട് ഞാനത് വെളിപ്പെടുത്തുന്നില്ല, സ്പോയിലിംഗ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങൾ ഇടയ്ക്കിടത്ത് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷോട്ട് പല ആംഗിളുകളിൽ നിന്ന് പല സമയത്തായിട്ട് കാണിച്ചു. അത് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്നാൽ സംവിധായകൻ അത് ഉദ്ദേശിച്ചിരിക്കും ഒരു പക്ഷേ ആ ഒരു കുറ്റകൃത്യത്തിന്റെ ആ ഡെപ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കണം. ഏതായാലും അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് എൻ്റെ ഒരു തോന്നലാണ്. അത് എൻ്റെ മാത്രം തോന്നലാണ് കേട്ടോ. സംവിധായകന്റെ സിനിമ എടുത്തു വെച്ചിരുന്നു, അദ്ദേഹത്തിന്റെ തോന്നലുകൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ചിത്രത്തിന് നൽകുന്ന വലിയ സ്വീകരണവും. അതുപോലെ തന്നെ ഈ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയെടുത്ത, ഈ 5 ദിവസം കൊണ്ട് ചിത്രം നേടിയെടുത്ത ഗംഭീരമായിട്ടുള്ള കളക്ഷനും സൂചിപ്പിക്കുന്നത്. 30-35 കോടിക്കടുത്ത് ചിത്രം ഈ ക്രിസ്മസ് നാൾ വരെ നേടിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 50 കോടിക്കടുത്തേക്ക് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും ഏകദേശം ഒരു 60 കോടിക്കടുത്ത് ചിത്രം കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാം. അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്കാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ചിത്രത്തിന് വലിയ നേട്ടമായിട്ട് ഭവിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ചിത്രത്തിലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളും അതുപോലെ തന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള വർക്കാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കലാസംവിധാനവും മികച്ചു നിൽക്കുന്നു. മാത്രമല്ല ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ചില ഷോട്ടുകളൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് ആ സിനിമയിൽ നമ്മൾ മുഴുകി പോകുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇന്റർവെല്ലിന് ശേഷം കുറച്ച് ഭാഗങ്ങളിൽ എനിക്ക് ചെറിയൊരു ലാഗ്നെസ് തോന്നിയെങ്കിലും ചിത്രം ആ ലാഗ് അതിനാവശ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവസാനത്തെ 10-15 മിനിറ്റ് നമ്മൾ മോഹൻലാൽ എന്ന നടനെ നമ്മളറിയാതെ നമ്മുടെ പഴയ കാലത്തെ ലാലേട്ടനെ ഒന്ന് ഓർത്തു പോകും. ചിത്രത്തിൽ ചെറിയ ചെറിയ ലാഞ്ചനകൾ നമുക്ക് ലാലേട്ടൻ ഇട്ടു തരുന്നുണ്ട്. തന്നിലെ നടൻ ഒരിക്കലും ഇല്ലാതെ പോയിട്ടില്ല, തന്നിലെ പ്രതിഭ ഒരിക്കലും നശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ് നമുക്ക്. മികച്ച തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ലാലേട്ടനുമായി ഇനിയും ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല സിനിമകൾ ലഭിക്കുമെന്നതിന്റെ വലിയ ഒരു സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ 2024 വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ വിജയങ്ങളായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിനിമയുടെ തുടക്കത്തിലെ ബാറോസിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു, ചെറിയൊരു ഷോട്ട് ഭാഗമല്ല, സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ചെറിയൊരു സ്ലൈഡ് കാണിച്ചു. അതിൽ ലാലേട്ടന്റെ ഭാവവും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അത് വലിയ സ്ക്രീനിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും നേരായിട്ട് പറഞ്ഞാൽ നല്ലൊരു സിനിമ, കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമ എന്ന് വേണം കരുതാൻ. എന്നാൽ അത് ഒരു ഉദാത്ത കലാസൃഷ്ടിയൊന്നും ആകാൻ പോകുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സിനിമ മാത്രമല്ല, ഈ സിനിമയിലെ ലൂപ്പ് ഹോളുകൾ പലതും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇഴകീറി പരിശോധിച്ച് ഒരു ചിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും CCTVയുടെ കാര്യങ്ങളും അതുപോലെ കാര്യങ്ങളും കണ്ടപ്പോൾ പല പഴയ കാല സിനിമകൾ ഓർമ്മ വന്നു. എനിക്ക് അഭിഭാഷകന്റെ കേസ് ഡയറിയൊക്കെ ചെറുതായിട്ട് ഓർമ്മ വന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ ചില സിനിമകൾ. ഏതായാലും വളരെ നാളുകൾക്ക് ശേഷം സാധാരണ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ലാലേട്ടനെ വളരെ തോൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം കഷ്ടതകളിൽ കുഴങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സൂപ്പർ ഹീറോ പവറുള്ള ലാലേട്ടനെയാണ് ഈ അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഏജന്റ് എക്സോ അല്ലെങ്കിൽ ഏജന്റ് വൈയോ ആകുന്ന കഥാപാത്രങ്ങൾ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം സാധാരണക്കാരനായ ഒരു ഏജന്റായി എത്തിയിരിക്കുകയാണ്. എന്തായാലും നല്ല സൂചനയാണ് നൽകുന്നത്. നേര് വലിയൊരു വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഒരുപക്ഷെ ഈ ഒരു സിനിമ ഇനിയും കാണാൻ അവസരം വന്നാൽ കാണുക തന്നെ ചെയ്യും. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, നേരിനെ കുറിച്ച് നേരെ തന്നെ പറഞ്ഞുകൊണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു കളയുക. മാത്രമല്ല, കുട്ടികളുമായിട്ട് പോകുമ്പോൾ ചില രംഗങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നോക്കി ഇങ്ങോട്ടൊക്കെ പോവുക. ഫാമിലീസ് വരുന്നുണ്ട്. അത്യാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളൊക്കെ 10-13 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്നവർക്ക് ഒരു പക്ഷേ ഈ കോർട്ട് റൂം ഡ്രാമകൾ ദഹിക്കപ്പെടാൻ സാധ്യതയില്ല. പണ്ട് ജനഗണമന കാണാനായിട്ട് കൊച്ചുകുട്ടികളെയും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ ഫാമിലികളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി പോയപ്പോൾ ഉണ്ടായ ചില അസ്വസ്ഥതകൾ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഏതായാലും സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഗംഭീര വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.